ഹായ് ഫ്രണ്ട്സ്, നാം ഇപ്പോൾ ഒരു പുതിയ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസിൻ്റെ ഒരു സീരീസിലൂടെ കടന്നു പോവുകയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് വാക്കുകളും സെൻറ്റൻസുകളുമായിരുന്നു ഞാൻ പഠിപ്പിച്ചത് അല്ലേ. അപ്പോൾ ആ വാക്കുകളും വാക്യങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനുവേണ്ടിയാണ് ഞാൻ ആ ക്ലാസ്സുകൾ അവിടെ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് വ്യത്യസ്തങ്ങളായിട്ട്, അതായത് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു കം ഹിയർ എന്ന് പറയുമ്പോൾ ഇവിടെ വരൂ, എന്നാൽ അതിൻ്റെ കൂടെ പ്ലീസ് കം ഹിയർ എന്ന് പറയുമ്പോഴത്തേന് ദയവായി ഇവിടെ വരൂ എന്നായി. എന്നാൽ കം എന്ന് പറയുമ്പോൾ ഓർഡർ, അതായത് ഒരു വെർബ് മാത്രമായിട്ട് നമ്മൾ പറയുമ്പോൾ അതൊരു ഓർഡറിൻ്റെ ഒരു രീതിയിലേക്ക് മാറുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാം ആദ്യമായിട്ട് ഓരോ വാക്യങ്ങളെയും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, ഹീ ഈസ് എ ടീച്ചർ. അവനൊരു അധ്യാപകനാണ്, അല്ലെങ്കിൽ അവനൊരു ടീച്ചറാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, ഹീക്ക് പകരം ഇപ്പോൾ ഞാൻ രാജു എന്നാണ് പറയുന്നതെന്ന് വിചാരിക്കുക. രാജു ഈസ് എ ടീച്ചർ. അപ്പോൾ ഹീ ഈസ് എ ടീച്ചർ, അവിടെ ഹീ എന്നത് അവൻ, അതിന് പകരം, അല്ലെങ്കിൽ രാജു എന്നതിന് പകരമാണ് ഹീ അല്ലേ. അപ്പോൾ അവിടെ ആദ്യം വന്നത് എന്താണ്? ഒരു പേര് അല്ലെങ്കിൽ പേരിന് പകരമുള്ള മറ്റൊരു വേർഡ്, അതായത് ഹീ. ഇപ്പോൾ രാജു അല്ലെങ്കിൽ ഹീ. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സെൻറ്റൻസ് എടുക്കുമ്പോൾ നമ്മൾ എന്തിനെ പറ്റിയാണോ അല്ലെങ്കിൽ ഏതിനെ പറ്റിയാണോ സംസാരിക്കുന്നതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഗ്രാമറിലേക്ക് ഒന്നും കടക്കുന്നില്ല. നിങ്ങൾ ഓരോരോ വാക്യങ്ങളെടുത്ത് അതിനെ വിശകലനം ചെയ്ത് നമുക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ അഥവാ വാക്യങ്ങളെ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു രൂപമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ സബ്ജക്റ്റ് എന്നതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ സെൻറ്റൻസിലെ ആദ്യത്തെ സംഭവം അല്ലേ. ഹീ ഈസ് എ ടീച്ചർ അല്ലെങ്കിൽ രാജു ഈസ് എ ടീച്ചർ. അപ്പോൾ അവിടെ ഹീ അല്ലെങ്കിൽ രാജു സബ്ജക്റ്റാണെന്ന് പറഞ്ഞു. എന്നാൽ ഈസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബാണ്. ഈസ് എന്ന് പറയുമ്പോൾ വെർബാണ്, അത് ഓക്സിലറി വെർബ്, അതായത് സഹായകമായിട്ട് ഉപയോഗിക്കുന്ന വെർബായും എന്നാൽ പ്രധാനപ്പെട്ട വെർബായും നമുക്ക് ഉപയോഗിക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറയാണ്. അപ്പം നിങ്ങൾ ആദ്യം പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. എന്നാലും നിങ്ങൾ കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് ഇതിനു വേണ്ടി ഒന്ന് ഓരോ ദിവസവും നീക്കി വെച്ചാൽ നിങ്ങൾക്ക് പ്രധാനമായുള്ള കാര്യങ്ങൾ മനസ്സിലാവുകയും ഏറ്റവും ബേസിക്കായിട്ട് സംസാരിക്കാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഹീ ഈസ് എ ടീച്ചർ എന്ന് പറഞ്ഞതുപോലെ ഹീ ഈസ് ഗോയിങ് ടു സ്കൂൾ എന്ന് പറഞ്ഞു. ഇവിടെ ഈസ് ഗോയിങ് എന്നതാണ് അവിടുത്തെ വെർബ്. അവൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഈസ് ഗോയിങ് എന്ന് പറയുമ്പോൾ അവിടെ ഗോ എന്ന വെർബിനെയാണ് നമ്മൾ ഈസ് ഗോയിങ് എന്നാക്കിയത് അല്ലേ. അപ്പോൾ ഇവിടെ ഈസ് എന്തായി? അത് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ സഹായക ക്രിയ. അതൊക്കെ പിന്നെ പഠിപ്പിച്ചു തരാം. പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട വെർബുണ്ട്, അതിൻ്റെ കൂടെ ഈസ് വന്നതുകൊണ്ടാണ് പ്രധാനമല്ലാത്ത സഹായക ക്രിയ ആയത്. ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞ ഹീ ഈസ് എ ടീച്ചറിൽ ഈസ് എന്താണ്? പ്രധാനപ്പെട്ട വെർബാണ്. ഓക്കെ, അപ്പോൾ അതിനെ മെയിൻ വെർബായിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഈസ് അവിടെ വെർബാണ്. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതിലൊന്നാമത് എന്തെഴുതി? ഹീ അഥവാ രാജു, അത് സബ്ജക്റ്റായി. രണ്ടാമത് എന്തെഴുതി? ഈസ് എഴുതി, അത് വെർബായി. എ ടീച്ചർ, അതിന് നമുക്ക് ഓബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റും വെർബും. അവൻ പോകുന്നു, അവൾ കളിക്കുന്നു എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും വെർബും ആകുമ്പോഴത്തേനും അവിടെ സെൻറ്റൻസ് ആയി കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ള സെൻറ്റൻസ് ഇല്ലേലും നമുക്ക് സെൻറ്റൻസ് ഉണ്ടാക്കാം. അപ്പോൾ അതിനാണ് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓബ്ജക്റ്റ് മസ്റ്റ് അല്ല, പക്ഷേ അവിടെ നമ്മൾ അതിനെ എന്ത് പറയുന്നു? ഓബ്ജക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു സെൻറ്റൻസിൽ ആദ്യം സബ്ജക്റ്റായി, രണ്ടാമത് ഈസ് വെർബായി, മൂന്നാമത് ഓബ്ജക്റ്റായി. ഓക്കെ, അപ്പോൾ അതെന്തായി? അതൊരു സാധാരണ സെൻറ്റൻസായി.
ഇപ്പോൾ സാധാരണ സെൻറ്റൻസ് മനസ്സിലായി കാണുമല്ലോ. അതിന് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്നൊക്കെ പറയും. അതൊന്നും നിങ്ങളിപ്പോൾ മനസ്സിലാക്കണ്ട, അത് സാധാരണ സെൻറ്റൻസായി. അപ്പോൾ ഞാൻ ഈ ഹീ ഈസ് എ ടീച്ചർ എന്നതിനെ, അവിടെ നിങ്ങൾക്ക് മനസ്സിലായാലും അവിടെ ഫുൾ സ്റ്റോപ്പാണ്, അതൊരു സാധാരണ സെൻറ്റൻസാണ്. ഈ സെൻറ്റൻസിന് ഞാനൊന്ന് ഡൈവേർട്ട് ചെയ്യാണ്. നിങ്ങൾ സ്ക്രീനിലൂടെ നോക്കുക. ഹീ ഈസിലെ ഈസിനെ ആദ്യം എഴുതുന്നു, ഹീയെ രണ്ടാമത് എഴുതുന്നു. ഈസ് ഹീ എ ടീച്ചർ. അത് കഴിഞ്ഞ് നമ്മളവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല ഇടുന്നത്, അവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ് കൊടുക്കുന്നത്. അതായത് ഹീ ഈസ് എ ടീച്ചർ എന്തായി മാറി? ഈസ് ഹീ എ ടീച്ചർ. അപ്പോൾ ഇവിടെ ഹീ ഈസ് എ ടീച്ചർ, അവനൊരു ടീച്ചറാണ് എന്നതിനെ ഇവിടെ എന്തായി എന്നറിയുമോ? അതിൻ്റെ അർത്ഥം ഈസ് ഹീ എ ടീച്ചർ എന്ന് പറയുമ്പോൾ അവനൊരു ടീച്ചർ ആണോ? കണ്ടോ? ഈസ് ഹീ എ ടീച്ചർ, അതെന്തായി മാറി? ക്വസ്റ്റ്യനായി മാറി. വളരെ ബേസിക്കായ ഒരു കാര്യമാണ് നിങ്ങളെ ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത്. അതായത് സബ്ജക്റ്റ് ആദ്യം വരുന്നതായിരിക്കും സെൻറ്റൻസ് അഥവാ സാധാരണ വാക്യം. എന്നാൽ ഓക്സിലറി വെർബായിരിക്കും സബ്ജക്റ്റിന് മുന്നേ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, ഒന്ന് മനസ്സിരുത്തി മനസ്സിലാക്കുക. ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സബ്ജക്റ്റിന് മുമ്പായിരിക്കും ഓക്സിലറി വെർബ് വരുന്നത്. അങ്ങനെ പറയാനൊരു കാരണം ഞാൻ പറയാം. ഈസ് ഹീ എ ടീച്ചർ എന്ന് പറയുമ്പോൾ അവൻ ടീച്ചറാണോ? അപ്പം ഹീക്ക് മുമ്പല്ലേ ഈസ് വന്നത്. അതുപോലെ തന്നെ അവൻ ആരാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ അവിടെ WH ക്വസ്റ്റ്യൻ വേണമല്ലോ. ആര്? കഴിഞ്ഞ ക്ലാസ്സിൽ ആര് ഒക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നു. അതിന് ഹൂ എന്നാണ് വാക്ക്. അപ്പോൾ അവിടെ ഈസ് ഹീ എ ടീച്ചറിന് മുമ്പിൽ അവൻ ആരാണ് ടീച്ചറോ എന്ന് ചോദിക്കത്തില്ലല്ലോ. അപ്പോൾ ടീച്ചർ അങ്ങ് മാറ്റുക. അതിന് മുന്നിൽ നമ്മൾ ഹൂ ചേർക്കുന്നു, WHO ഹൂ. അപ്പോൾ അവിടെ എന്തായി ഒന്ന് നോക്കൂ. ഹൂ ഈസ് ഹീ. എ ടീച്ചർ കളഞ്ഞല്ലോ, അതെന്താണ്? അവൻ ആരാണ്. ഈ സെൻറ്റൻസിൽ നോക്കൂ, സബ്ജക്റ്റിന് മുന്നാണ് ഓക്സിലറി വെർബ്. ഈസ് ഹീ എ ടീച്ചർ എന്ന് പറഞ്ഞാലും ഹൂ ഈസ് ഹീ എന്ന് ചോദിച്ചാലും രണ്ടിനും സബ്ജക്റ്റിന് മുമ്പാണ് ഈസ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, സബ്ജക്റ്റിന് മുമ്പ് ഓക്സിലറി വെർബ് വന്നാൽ അതെന്തായിരിക്കും? അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്സിലറി വെർബ് മാത്രമാണ് സബ്ജക്റ്റിന് മുമ്പിൽ, അത് എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഈസ് ഹീ എ ടീച്ചർ എന്ന് ചോദിക്കുക, അവൻ ടീച്ചറാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മലയാളത്തിൽ എന്തുത്തരം പറയും? ആണ് അല്ലെങ്കിൽ അല്ല. ഓക്കെ, അവൻ അല്ല അല്ലെങ്കിൽ ആണ്, ഇത്രയല്ലേ പറയുള്ളൂ. അപ്പം അതാണ് യെസ് അല്ലെങ്കിൽ നോ ക്വസ്റ്റ്യൻ. എന്നാലും നമ്മൾ പറയണ ഹൂ ഈസ് ഹീ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? ഹീ ഈസ് എ ടീച്ചർ, അല്ലെങ്കിൽ എ ഡോക്ടർ, എ സർജൻ, എങ്ങനല്ലേ പറയുള്ളൂ? എ ലോയർ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ഇൻ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ WH ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനും എന്താണ് സെൻറ്റൻസും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതട്ടെ. അപ്പോൾ ഇപ്പം നോക്കുക, ഹീസ് എ ടീച്ചർ എന്ന സെൻറ്റൻസിൽ ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഓക്സിലറി വെർബ്, പിന്നെ ഓബ്ജക്റ്റ്. എന്നാൽ അതൊരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഒന്നാമതായിട്ട് എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഈസ് ഹീ എ ടീച്ചർ എന്നും, WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഹൂ ഈസ് ഹീ അല്ലെങ്കിൽ വാട്ട് ഈസ് ഹീ ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അവിടെ വാട്ട് ഈസ് ഹീ ആണ് നമ്മൾ പ്രധാനമായിട്ട് ചോദിക്കുന്നത്. ഹൂ ഈസ് ഹീ എന്ന് ചോദിക്കുമ്പോൾ സാധാരണ പേരാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ് വാട്ട് ഈസ് ഹീ, അവൻ എന്താണ്, അവൻ ആരാണ് എന്നതിലുപരി അവൻ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് ജോലി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രധാനമായും സെൻറ്റൻസും ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പഠിപ്പിച്ചത്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമല്ലോ. എന്നാൽ ഇവിടെ ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് വരുന്നതെങ്കിലോ, അതായത് ഒരു അത്ഭുതത്തെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഇതിനു മുമ്പ് ഒരു വാവ് ചേർത്താൽ മതി. വാവ് ഹീസ് എ ടീച്ചർ, തീർന്നു. അല്ലെങ്കിൽ വാട്ട് എ വണ്ടർഫുൾ തിങ് ഇറ്റ് ഈസ്, ഇപ്പോൾ ഒരു അത്ഭുതം. അത് നമ്മൾ പ്രത്യേകമായിട്ട് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് അതിന് ഞാൻ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? സെൻറ്റൻസ് എന്താണ്, ക്വസ്റ്റ്യൻ എന്താണ്. ഇംഗ്ലീഷിൽ സെൻറ്റൻസും ക്വസ്റ്റ്യനും പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം. ഈ ഒരു ബേസിക്കായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റും അതിനുശേഷം ഓക്സിലറി വെർബ് അല്ലെങ്കിൽ വെർബ് ഓബ്ജക്റ്റ്, ഇതാണ് സെൻറ്റൻസിൻ്റെ രൂപം. എന്നാൽ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താണ്, സബ്ജക്റ്റിന് മുമ്പായിരിക്കും ഓക്സിലറി വെർബ് അല്ലെങ്കിൽ വെർബ് ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സെൻറ്റൻസുകൾ നിങ്ങളൊന്ന് നോക്കൂ. ഇപ്പോൾ ഞാൻ പറയാണ് ഹീ ഈസ് സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈസ് ഹി സ്ലീപ്പിംഗ്, അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ, ക്വസ്റ്റ്യനായി. അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണെങ്കിലോ വാട്ട് ഈസ് ഹീ ഡൂയിങ്, അവിടെ നമ്മൾ ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ ആക്കി. അത് നിങ്ങൾക്ക് പിന്നെ പഠിക്കാം. ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വളരെ വിശദമായിട്ടത് പഠിക്കാം. ഇപ്പം നമ്മൾ ഇത് തമ്മിലുള്ള വ്യത്യാസത്തെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ പറയണം അവൾ നല്ലൊരു പാട്ടുകാരിയാണ്, ഷീ ഈസ് എ സിംഗർ. അപ്പോൾ അവൾ പാട്ടുകാരിയാണോ, ഈസ് ഷീ എ സിംഗർ? ഐ ആം ലേസി, ഞാൻ ഭയങ്കര മടിയനാണ് അല്ലെങ്കിൽ മടിച്ചിയാണ്. ആം ഐ ലേസി, ഞാൻ ലേസി ആണോ, അലസനാണോ? കണ്ടോ, അതെല്ലാം വെച്ചിട്ടും ചോദിക്കാം. ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്, അവർ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്, അപ്പോൾ അവരെന്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണെങ്കിലോ വാട്ട് ആർ ദേ പ്ലേയിങ്? കണ്ടോ, ഇവിടെ നമ്മൾ ആദ്യം സബ്ജക്റ്റ് മനസ്സിലാക്കുക, പിന്നീട് ഓക്സിലറി വെർബ് അല്ലെങ്കിൽ വെർബിനെ മനസ്സിലാക്കുക, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നാം ചെയ്യേണ്ടത് ഇതിനകത്തെ എക്സർസൈസാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഓരോന്നായിട്ട് പതിയെ കുഞ്ഞു സ്റ്റെപ്പുകളായിട്ട് അടുത്ത ഇംഗ്ലീഷ് സംസാരിക്കുന്ന കാര്യം പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസ് കൂടി ഒന്ന് ചെയ്യണേ. അതായത് ക്വസ്റ്റ്യൻ ഞാൻ പറയാം, അതിൻ്റെ മലയാളം ഞാൻ പറയാം, അത് നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുക. ഓക്കെ, അവർ പഠിക്കുന്നു അല്ലെങ്കിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ എഴുതുക, എന്നിട്ട് അതിനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ, അവൾ കളിക്കുന്നു, അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അമ്മ ഭക്ഷണം പാകം ചെയ്യുന്നു, കുക്കിംഗ് എഴുതിയാൽ മതി കേട്ടോ. അമ്മ കുക്ക് ചെയ്യുകയാണോ? ഫോർത്ത് ക്വസ്റ്റ്യൻ, ഞാൻ ഒരു ടീച്ചറാണ്, ഞാനൊരു ടീച്ചറാണോ? അവർ നല്ല പ്ലെയേഴ്സാണ്, കളിക്കാരാണ്. അവർ നല്ല പ്ലെയേഴ്സാണോ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും എക്സസൈസ് നന്നായിട്ട് ചെയ്യുക, അത് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ക്ലാസ് എടുക്കുന്നതായിരിക്കും. വെയിറ്റ് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.